സേവ് ചെയ്യുക, നിങ്ങളെ സമയത്തിന് വിലക്കാണ് എന്നുള്ളതാണ്. കണ്ടന്റിലേക്ക് നമ്മൾ പോവാണ്. നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, നമുക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സുവോളജിക്ക് ഇക്വലന്റ് ആയിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻസ് ഏതൊക്കെയാണ്, അതിനെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഫൈൻ. അപ്പം അതായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത്, പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ഫോക്കസ് ചെയ്ത് നിൽക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിലും കൃത്യമായൊരു ഫോക്കസ് ഉണ്ടാവുക. സ്റ്റേ ഫോക്കസ്ഡ് എന്നുള്ളൊരു മന്ത്രമാണ് നമ്മുടെ വിജയത്തിൻ്റെ ചവിട്ടുപടി എന്ന് പറയുന്നത്. നമ്മളെ മനസ്സ് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സംഗതികൾ ഉണ്ടാവും. അപ്പം അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മളൊരു 2 മാസം ഇതിനു വേണ്ടി അധ്വാനിക്കാൻ കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ MSc സുവോളജി അഡ്മിഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ ഗ്രൂപ്പിൽ എത്ര പേരുണ്ടാവും? ഓക്കെ, നമ്മുടെ ഗ്രൂപ്പിൽ ഓൾമോസ്റ്റ് 180 സംതിങ് ആൾക്കാരുണ്ട്. 183 ആൾക്കാരുണ്ട് നമ്മളെ ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ. അപ്പം അതിൽ ഞാൻ പറഞ്ഞു 2 ഗൂഗിൾ മീറ്റ് ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളത്. 2 ഗൂഗിൾ മീറ്റും കൂടെ നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ഓൾമോസ്റ്റ് 90 ആൾക്കാരാണ്. ഓക്കെ, ഒന്നാമത് നിങ്ങൾ ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളത് ഒരു 10% വിന്നിങ് സ്ട്രാറ്റജിയാണ്. രണ്ടാമത് നിങ്ങൾ ഈ മീറ്റിങ്ങിലേക്ക് എന്താണ്, എൻട്രൻസിന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യുന്നു എന്നുള്ളത് അടുത്ത 10% ആണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ഒരു 80% എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. സ്വാഭാവികമായിട്ടും ഞാനിവിടെ 3 ഗ്രാഫ് വെച്ചിട്ടുണ്ട്. ഈ 3 ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മളെ ഒരു പ്രിപ്പറേഷനിലേക്ക്, ഒരു ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ സമയത്ത് നമ്മളെ പ്രിപ്പയർ ചെയ്യുന്ന രീതിയാണ്. ഈ 3-ൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക ഡെഫിനറ്റ്ലി. അപ്പോൾ ഒന്നാമത്തെ ആൾക്കാർ എന്ന് പറയുന്നത്, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു, പക്ഷേ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുള്ള സ്റ്റേറ്റ് ആണ്. അതാണ് ഈ കാണുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ ഗ്രാഫ് എന്ന് പറയുന്നത്, സോ ദേ വിൽ ബി എക്സൈറ്റഡ് ടു സീ ഓപ്പർച്യൂണിറ്റി, ബട്ട് ദെൻ they will not be utilizing the opportunity. As a result, their performance will be going down. അത് സ്വാഭാവികമാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ മനുഷ്യന്മാർക്ക് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു സംഗതിയാണത്. രണ്ടാമത്തെ ആൾക്കാർ എന്ന് പറയുന്നത്, അവർക്ക് എനർജി അധികമൊന്നും ഉണ്ടാവില്ല, മീഡിയം എനർജി ആയിരിക്കും. ബട്ട് they will go up and down, but they will not be going down from the beginning. ഈ ബിഗിനിങ് ലൈനിൽ നിന്ന് ഒരിക്കലും താഴോട്ട് അവർ പോകില്ല. ആ ബിഗിനിങ് ലൈനിന്റെ മുകളിലേക്ക് പോയി താഴോട്ട് പോയി, മുകളിലേക്ക് പോയി താഴോട്ട് പോയി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരും. പക്ഷേ സ്റ്റിൽ ദേ വിൽ ബി കണ്ടിന്യൂസ്ലി വർക്കിംഗ്, സ്റ്റേയിങ് ഫോക്കസ്ഡ് ഓൺ ദി ടാർഗറ്റ്. അപ്പം ആ ഒരു ആസ്പെക്റ്റിലായിരിക്കും രണ്ടാമത്തെ ഗ്രൂപ്പ് പോവുക. മൂന്നാമത്തെ ഗ്രൂപ്പ് പോകുന്നത് കുറച്ചും കൂടെ പ്രൊമോട്ടീവ് ആയിട്ടുള്ള ലെവലിലായിരിക്കും. അവർക്ക് ആദ്യം വലിയ അറിവൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഗ്രാജുവലി ക്യുമുലേറ്റീവ് ആയിട്ട് അവർ അറിവ് അക്വയർ ചെയ്യുന്നു. അങ്ങനെ ഗ്രാജുവലി അവർ പ്രോഗ്രസ് ചെയ്ത് ദേ വിൽ ബി ജസ്റ്റ് വിന്നിങ്. ഇതിൽ ഇവരൊഴിച്ച് 2 പേരും MSc എൻട്രൻസ് ക്വാളിഫൈ ചെയ്യാൻ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ദേ വിൽ നോട്ട് ബി വിന്നിങ്. അവർക്കൊരു ആവേശം മാത്രമേ, ഇനീഷ്യൽ ആവേശം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന, അറ്റ്ലീസ്റ്റ് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ആരും ഈ ഒന്നാമത്തെ ഗ്രൂപ്പിൽ പെടരുതേ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അങ്ങനെ ആയിരിക്കണം നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവും, PSMO കോളേജിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് തന്നെ. തീർച്ചയായിട്ടും നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് എവിടെയെങ്കിലേക്കായിട്ട് ഒരു അഡ്മിഷൻ ഉറപ്പിച്ചിരിക്കുമെന്ന് ഞാൻ 100% ഉറപ്പ് തരികയാണ്. കാരണം നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവിടെ പഠിക്കുന്ന BSc സുവോളജി സ്റ്റുഡൻസിന് ഈ പറയുന്ന പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് അധികമൊന്നും കുട്ടികളില്ല.
നമ്മൾ ഒരു ബാച്ചിൻ്റെ സ്ട്രെങ്ത് മാത്രമേ ഉള്ളൂ. സ്റ്റിൽ ദേ ആർ ക്വാളിഫൈയിങ്. ഒരു 8 തൊട്ട് 12 കുട്ടികൾ വരെ എൻട്രൻസ് ക്വാളിഫൈ ചെയ്തിട്ട് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി ജോയിൻ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള കുട്ടികൾ നമ്മളെ കോളേജിൽ ജോയിൻ ചെയ്യുന്നുണ്ട്, അല്ലാത്ത റെഗുലർ കോളേജുകളിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികളും ഉണ്ട്. അപ്പം ഓൾമോസ്റ്റ് 40% സ്റ്റുഡൻസ്, നമ്മൾ പ്രാക്ടീസ് കൊടുക്കുന്ന 40% സ്റ്റുഡൻസ് എൻട്രൻസ് ത്രൂ അഡ്മിഷൻ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പം തീർച്ചയായിട്ടും ഈ രണ്ടാമത്തെയും അതുപോലെ തന്നെ മൂന്നാമത്തെയും കാറ്റഗറിയിൽ നിങ്ങൾ പെടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കാര്യമായ പരിശ്രമം ഉണ്ടാവുക. ഡെഫിനറ്റ്ലി യു വിൽ വിൻ. ഞാൻ ഇനി ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഔട്ട്ലൈനിലേക്ക് പോകാം. ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഔട്ട്ലൈനായിട്ട് നമ്മൾ സംസാരിക്കുന്നത് ഈ വിഷയങ്ങളായിരിക്കും. ഒന്ന്, നമ്മുടെ ടാർഗറ്റ് എക്സാംസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രയോറിറ്റി വരുന്ന ഒരാളാണ് CUET എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ക്യുസാറ്റ് എൻട്രൻസ് ആണ്. മൂന്നാമത്തത് അതർ കേരള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റി ഉണ്ട്, അതിൽ പിന്നെ MG യൂണിവേഴ്സിറ്റി ഉണ്ട്, കാലിക്കറ്റ് MG യൂണിവേഴ്സിറ്റിയിൽ സുവോളജി PG ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെ ഒഴിവാക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, ദെൻ വി ഹാവ് കണ്ണൂർ. ഈ 3 യൂണിവേഴ്സിറ്റികളിലേക്കുള്ള എൻട്രൻസുകൾ ഉണ്ടാവും. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. നമ്മളെ ഫസ്റ്റ് പ്രയോറിറ്റി CUET ആണ്. പിന്നെ കുസാറ്റ്, മൂന്നാമത്തെ കാറ്റഗറിയിൽ നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ച് പറയും. CUET കവർ ചെയ്യാന്ന് പറയുന്നതിന് ഓൾമോസ്റ്റ് ഹൺഡ്രഡ്സ് ഓഫ് യൂണിവേഴ്സിറ്റി വിൽ ബി ദ. CUET എക്സാം എന്ന് പറയുന്ന ഒരു നല്ല ഒരു ചോയ്സ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ രണ്ടാമത് ഡിസ്കസ് ചെയ്യുന്നത് ഈ പറയുന്ന എൻട്രൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട സിലബസ് എന്താണ് എന്നുള്ളതായിരിക്കും നമ്മൾ രണ്ടാമത് പറയുന്നത്. മൂന്നാമത് പറയുന്നത് ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സ്ട്രാറ്റജി, നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്ട്രാറ്റജീനെ കുറിച്ചായിരിക്കും. നാലാമത്തത് ഈ പറയുന്ന സ്ട്രാറ്റജി എങ്ങനെയാണ് നമ്മൾ ക്രാക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മൾ അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് വി വിൽ ബി ജസ്റ്റ് ഇൻട്രൊഡ്യൂസിങ് യു ദ PSMO പ്ലാൻ. അപ്പോൾ ഇത്രയും കൺസെപ്റ്റ് ആണ് നമ്മൾ ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്റ്റേ ഫോക്കസ്ഡ്. സോ ഫസ്റ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് CUET ആണ്. CUET ഓൾറെഡി കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് അപേക്ഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ പറയുന്ന മീറ്റിങ്ങിലുള്ള സെക്കൻഡ് ഇയേഴ്സ്, ഫസ്റ്റ് ഇയേഴ്സ് ഒഴിച്ച് ബാക്കി എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അഥവാ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ സ്റ്റിൽ യു ഹാവ് ടൈം. 24th ജനുവരി വരെ അത് അപ്ലൈ ചെയ്യാനുള്ള ടൈം ഉണ്ട്. അപ്പം CUET പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ഫുൾ ഫോം തന്നെ അറിയാം, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ആണ്. ഓക്കെ, സോ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ എടുക്കുന്നത് ഈ CUET ബേസ്ഡ് ആയിട്ടുള്ള മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഒരുപാട് യൂണിവേഴ്സിറ്റികൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഉണ്ട്, അതിൽ അല്ലാത്ത യൂണിവേഴ്സിറ്റികളുണ്ട്. ആ യൂണിവേഴ്സിറ്റികളൊക്കെ PG അഡ്മിഷൻ എടുക്കുന്നത് ഈ പറയുന്ന CUET എക്സാം മാർക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ ഒറ്റ പടിക്ക് ഒരുപാട് പക്ഷിനെ കിട്ടും എന്ന് പറയുന്നത്, 2 പക്ഷിയൊന്നുമല്ല, ഒരുപാട് പക്ഷിനെ കിട്ടും എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് CUET. ഒന്നല്ലെങ്കിൽ അടുത്ത യൂണിവേഴ്സിറ്റി നമുക്ക് പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. ഇത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ കീഴിൽ ആണ് ഈ പറയുന്ന CUET കണ്ടക്ട് ചെയ്യുന്നത്. കണ്ടക്ട് ചെയ്യുന്ന ആള് നിങ്ങൾക്കറിയാം, NTA ആണ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആണ്. ഇപ്പം കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്നുള്ളതാണ് ഇതിന്റെ പേര്. അപ്പം എ സിംഗിൾ ആപ്ലിക്കേഷൻ form will enable the candidates to cover a wide outreach and be the part of admission process to various central and participating universities എന്നുള്ളതാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി മാത്രമല്ല, അല്ലാത്ത യൂണിവേഴ്സിറ്റികളും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് CUETന്റെ അഡ്വാൻറ്റേജ്. അതുകൊണ്ട് അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇന്നോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ കൊണ്ട് അത് അപ്ലൈ ചെയ്തിടുക. അതുപോലെ ഒരു അവസരം നമുക്ക് ഇനിയൊന്നും ഉണ്ടാവില്ല. ഒരു നാഷണൽ ലെവൽ ടെസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എവിടേക്കും ഏത് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഒരു അഡ്മിഷൻ ആയിട്ട് അത് മാറും. അപ്പം പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി NTA സൈറ്റിൽ പോയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് CUET. NTA സൈറ്റിന്റെ അഡ്രസ് ഒന്നും വേണമെന്നില്ല. CUET 2024 എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ യു വിൽ ബി ഗെറ്റിംഗ് ലിങ്ക് ടു ദി സൈറ്റ്. ഈ സൈറ്റിൽ യൂണിവേഴ്സിറ്റീസ് എന്നുള്ളിടത്ത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ you will be finding what are the universities which is participating in the CUET 2024. അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ഈ യൂണിവേഴ്സിറ്റികളിൽ എവിടെയാണ് സുവോളജി ഉള്ളത് എന്നാണ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ BSc സുവോളജി കഴിഞ്ഞിട്ട് ടീച്ചിങ് പ്രൊഫഷനോ അല്ലെങ്കിൽ സുവോളജിയിലെ റിസർച്ച് പ്രൊഫഷനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ട കോഴ്സ് എന്ന് പറയുന്നത് സുവോളജി തന്നെ ആയിരിക്കണം. അപ്പം അതിനുശേഷമായിരിക്കണം നിങ്ങൾ സ്പെഷ്യലൈസേഷൻ. PhD ലെവലിൽ നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യാം, പക്ഷേ ബേസിക് കോഴ്സ് സുവോളജി ആയിരിക്കണം. അതാണ് ഏറ്റവും പ്രിഫേർഡ് ആയിട്ടുള്ള
ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അത് അവൈലബിൾ അല്ലെങ്കിൽ മാത്രമേ നിങ്ങൾ വേറൊരു സബ്ജക്റ്റിലേക്ക് പോകാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ എയിം പ്യുവർ റിസർച്ച് ആയിരിക്കണം ഒരു ഇഷ്ടമുള്ള ഫീൽഡിൽ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾ സുവോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് വിട്ടിട്ട് വേറൊരു സബ്ജക്റ്റ്, അതായത് ലൈഫ് സയൻസിലുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പ്രിഫർ ചെയ്യാവുള്ളൂ. അപ്പം നിങ്ങളുടെ ഫോക്കസ് ടീച്ചിങ്ങോ അല്ലെങ്കിൽ റിസർച്ചോ ആണെങ്കിൽ ബെറ്റർ യു ഷുഡ് ഹാവ് എ PG ഡിഗ്രി ഇൻ സുവോളജി. അപ്പം അതുകൊണ്ട് നമുക്ക് ആദ്യം അറിയേണ്ടത് ഏതൊക്കെയാണ് സുവോളജി കോഴ്സ് കൊടുക്കുന്ന CUET പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കോഴ്സ് ഓർ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മൊഡ്യൂൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും ആ വെബ്സൈറ്റിൽ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ആ സെർച്ച് ബട്ടണിൽ സുവോളജി അടിച്ചു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദ നമ്പർ ഓഫ് യൂണിവേഴ്സിറ്റീസ്. ഓക്കെ, ഇഷ്ടംപോലെ യൂണിവേഴ്സിറ്റിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്ത ആൾക്കാർ ഐ എം എക്സ്പെക്റ്റിംഗ് ഒന്നുകിൽ ഈ ടെസ്റ്റ് പേപ്പർ കോഡോ അല്ലെങ്കിൽ ഈ ടെസ്റ്റ് പേപ്പർ കോഡോ ആയിരിക്കണം നിങ്ങൾ കൊടുത്തിരിക്കേണ്ടത്. അല്ലാത്ത ടെസ്റ്റ് പേപ്പർ കോഡ് നിങ്ങൾക്ക് 4 എണ്ണം വരെ കൊടുക്കാം എന്നുള്ളതാണ്. പക്ഷേ 2 എണ്ണമാണ് ഒരു നോർമൽ ഫീസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. പിന്നീട് കൊടുക്കുന്ന ഓരോ ഇതിനും ഒരു കോസ്റ്റ് ഉണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ SCQP 28ഉം അതുപോലെ തന്നെ 17ഉമാണ് നമ്മളെ ചോയ്സിലുള്ള 2 കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 കോഡായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. കാരണം ചില യൂണിവേഴ്സിറ്റീസ് ലൈഫ് സയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും സുവോളജിക്ക് വേണ്ടിയിട്ട് നടക്കുക. അങ്ങനെ ആകുമ്പോൾ അത് കോഡ് 17 ആണ്. അല്ലാത്തവർ സുവോളജീനെ ബേസ് ചെയ്തിട്ട് തന്നെയുള്ള ടെസ്റ്റ് ആയിരിക്കും ചില യൂണിവേഴ്സിറ്റികൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അത് അവർക്കുള്ള കോഡാണ് 28 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് കോഡ് കൊടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർ ആ കോഡ് വെച്ച് അപ്ലൈ ചെയ്യാം. പിന്നെ ഫീസ് സ്ട്രക്ചർ വരുന്നത് ഇതാണ്. അപ്പം ഈ പാറ്റേണിലാണ് ഫീസ് സ്ട്രക്ചർ വരിക. ഓരോ അഡീഷണൽ പേപ്പർ ഞാൻ പറഞ്ഞു ഒന്നിൽ 2 എണ്ണം പറ്റും. ഈ സിംഗിൾ ആപ്ലിക്കേഷനിൽ ജനറൽ 1200 കൊടുത്തു കഴിഞ്ഞാൽ 2 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് അല്ലെങ്കിൽ ടെസ്റ്റ് പേപ്പർ കോഡിന് ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. OBCക്ക് 1000 ഉള്ളൂ, SC/ST 900 ആണ്, ഫിസിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ 800 ആണ്. അപ്പം ഇനി അഡീഷണൽ ആയിട്ട് ഓരോ ടെസ്റ്റ് പേപ്പർ 4 വരെ കൊടുക്കാന്ന് പറഞ്ഞു, ഓരോന്നിനും 600 രൂപ വെച്ചിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 4 കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ജനറൽ കാറ്റഗറി ആള് 2400 രൂപ പേ ചെയ്യേണ്ടി വരും. ഇതാണ് അതിന്റെ കണക്ക്. പക്ഷെ നമ്മൾ ഒരുപാട് ടെസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി സുവോളജി തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ പറയുന്ന 2 ടെസ്റ്റ് പേപ്പറിന് ആവശ്യമായിട്ടുള്ള മിനിമം ഫീസ് കൊടുത്ത് അപ്ലൈ ചെയ്താൽ ധാരാളമാണ്. ഞാൻ ഈ പറഞ്ഞ ഈ 2 കോഡും ആയിരിക്കും അത് ഓപ്റ്റ് ചെയ്യേണ്ടത്. ഓൾറെഡി അപ്ലൈ ചെയ്തവർ ഈ പറയുന്ന മെസ്സേജ് ലീവ് ചെയ്യാം. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ പ്രിഫേർഡ്, അതായത് അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ അപ്ലൈ ചെയ്യുമ്പോഴല്ല, മറിച്ച് നിങ്ങളെ ടെസ്റ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ യു വിൽ ഹാവ് എ ഓപ്ഷൻ ടു എൻ്റർ യുവർ ചോയ്സ്. ഏത് യൂണിവേഴ്സിറ്റിയിലേക്ക് വേണം എന്നുള്ള ഇൻഡിവിജ്വൽ ആപ്ലിക്കേഷൻസ് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന അക്കാദമിക് ബേസിലുള്ള ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഏതൊക്കെയാണ് എന്നാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. ഞാനിവിടെ കൊടുക്കുമ്പോൾ ഈ ഒരു കാറ്റഗറൈസേഷന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പ്യുവർ അക്കാദമിക് കാര്യങ്ങൾ മാത്രമാണ്. ആ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ആക്സസ്, ട്രാവൽ ആക്സസ് ഞാനിവിടെ പരിഗണിച്ചിട്ടില്ല. ഓക്കെ, ആ യൂണിവേഴ്സിറ്റി വേറെ എന്തെങ്കിലും സ്വഭാവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞാനിവിടെ പരിഗണിച്ചിട്ടില്ല. മറിച്ച് ആസ് എൻ അക്കാദമീഷ്യൻ ആ യൂണിവേഴ്സിറ്റി PG സുവോളജി പഠിക്കുന്ന കുട്ടികൾക്ക് എത്രത്തോളം ഇൻഫോർമേഷൻ അല്ലെങ്കിൽ എത്രത്തോളം ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് അവൈലബിൾ ആണ് എന്നതിന്റെ ബേസിൽ ഒരു കാറ്റഗറൈസേഷൻ ആണിത്. അപ്പം ഏറ്റവും ഫസ്റ്റ് പ്രിഫർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സുവോളജി MSc സുവോളജിക്ക് വേണ്ടി പ്രിഫർ ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റിയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പം അത് ഒരു ഫസ്റ്റ് ചോയ്സ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് സ്ഥലവും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാം. ഞാൻ പറയുന്നത്, ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, അക്കാദമിക് പെർഫോമൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കാറ്റഗറൈസേഷനാണ് ഞാനിവിടെ നടത്തുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പോയി വരാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിലേക്ക് ബസ് സൗകര്യം ഉണ്ടോ, ട്രെയിൻ സൗകര്യം ഉണ്ടോ, ഈ കാര്യങ്ങളൊന്നും ഞാൻ പരിഗണിച്ചിട്ടില്ല. പ്യുവർ അക്കാദമിക് കാര്യങ്ങൾ മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ഒരു പ്രിഫറൻസ് നമ്മൾ കൊടുക്കേണ്ടതാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. ദെൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കാശ്മീർ ഉണ്ട് 4ാമത്തെ പൊസിഷനിൽ. അടുത്തത് നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ ഡോക്ടർ ഹരി സിംഗ് ഗൗർ വിശ്വവിദ്യാലയ സാഗർ യൂണിവേഴ്സിറ്റിയാണ്. അപ്പം ഈ ഒരു 6 പ്രിഫറൻസ് ഞാൻ കൊടുക്കുകയാണ് ടോപ്പ് കാറ്റഗറിയിൽ MSc സുവോളജി പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രിഫറൻസ് ഉണ്ടാവും, പെട്ടെന്ന് പോയി വരാൻ വേണ്ടിയിട്ട് പറ്റുന്ന ആക്സസ്, ആ യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിലുള്ള പഠിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പരിഗണിച്ചിട്ട് നിങ്ങൾ കൊടുത്താൽ മതി.
ഞാൻ ഈ പറഞ്ഞേക്കുന്നത് അക്കാദമിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റാങ്കിംഗ് ആണ് ഫസ്റ്റ് 6 എന്ന് പറയുന്നത്. നൗ മോഡ് ഓഫ് എക്സാം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി എല്ലാ എൻട്രൻസ് ടെസ്റ്റും എക്സെപ്റ്റ് കേരള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എൻട്രൻസ് എന്തായിരിക്കും, CBT തന്നെ ആയിരിക്കും, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. ഈവൻ കുസാറ്റും അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ തന്നെ ഇരുന്നിട്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അതേസമയം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയോ ഈ വർഷം എന്താണെന്ന് അറിയില്ല നമുക്ക്, അവർ പേപ്പർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും നടത്തുക. സോ ഡെഫിനറ്റ്ലി യു ഹാവ് ടു റീച്ച് ദ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, എന്നാലും നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇവിടെ അങ്ങനെയില്ല, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. ടെസ്റ്റ് സെന്ററിൽ പോയാൽ മതി. ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയിലേക്കും നമ്മൾ വണ്ടി പിടിച്ച് പോകേണ്ട കാര്യമില്ല. അതാണ് ഈ ടെസ്റ്റിന്റെ ഒരു അഡ്വാൻറ്റേജ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും. അപ്പം മോസ്റ്റ് പ്രോബബ്ലി നടക്കുന്ന ഡേറ്റ്സ് ആണ്. ഈ ഡേറ്റ്സ് ഒക്കെ നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുവോ എന്ന് വെച്ചാൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ CUET ബുള്ളറ്റിനിൽ ഇത് അവൈലബിൾ ആണ്. അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ എടുക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, ഈ സ്ലൈഡ് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി വെച്ചെന്നേ ഉള്ളൂ. നൗ സിലബസ് ആണ് നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. CUET സിലബസിൽ സുവോളജി സിലബസ് എന്ന് പറയുന്നത് ലൈഫ് സിലബസുമായിട്ട് ഓൾമോസ്റ്റ് സിമിലർ ആണ്. പക്ഷേ ലൈഫ് സയൻസിന്റെ കേസിൽ രണ്ടോ മൂന്നോ ആസ്പെക്ട് അധികമായിട്ട് വരും. ഒന്ന് പ്ലാന്റ് സയൻസ് വരും, രണ്ടാമത്തത് മൈക്രോബയോളജി, കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മൈക്രോബയോളജി വരും. ഓക്കെ, പിന്നെ നമുക്ക് ബയോടെക്നിക്സ് കുറച്ച് അധികം വരും. ഈ 3 ആസ്പെക്ട് ഒഴിച്ചു മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വലന്റ് ടു ദി സുവോളജി. അപ്പം നമ്മൾ സുവോളജിക്ക് വേണ്ടിയിട്ട് കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്താൽ തന്നെ ലൈഫ് സയൻസിന്റെ ഓപ്ഷൻസ് നമുക്ക് കൂളായിട്ട് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, എൻട്രൻസും ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇതാണ് ഒരു ഔട്ട്ലൈൻ ഓഫ് സിലബസ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് സിലബസ് നമുക്ക് ക്യൂസെറ്റിന്റെ കേസിൽ അവൈലബിൾ അല്ല. പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഞാനിവിടെ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കുക. ഇത്രയാണ് ക്യൂസെറ്റിന്റെ സിലബസിന്റെ കേസിൽ വരുന്നത്. ഇനി എങ്ങനെയാണ് എക്സാമിന്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ വർഷം എക്സാം എഴുതിയപ്പോൾ നിങ്ങൾക്ക് കണ്ടായിരുന്നു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ റീസണിങ് ഉണ്ടായിരുന്നു, മാത്തമാറ്റിക്കൽ എബിലിറ്റി ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു. അപ്പം അത് പിന്നെ GK ഉണ്ടായിരുന്നു. മിക്കവാറും ആൾക്കാർക്ക് കുറച്ച് ടഫായിട്ടുള്ള പോർഷൻ ആയിരിക്കും. എവിടുന്ന് ചോദിക്കുക എന്നുള്ളത് പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഗതി ആയിരിക്കും അത്. അപ്പം ഈ 3 കാര്യങ്ങളും ഈ വർഷം ഇല്ല എന്നുള്ളത് ഇറ്റ് ഈസ് അഡ്വാൻറ്റേജ് ആസ് വെൽ ആസ് ഡിസഡ്വാൻറ്റേജ്. കാരണം സബ്ജക്റ്റിൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്ക് കൂളായിട്ട് കയറി പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കുറച്ച് അധികമായിട്ട് വരികയാണ് ഇതിൽ ചെയ്യുക. ഓക്കെ, കഴിഞ്ഞ വർഷമുള്ള ഈ കണ്ടന്റ് ഒന്നും ഈ വർഷത്തെ എക്സാമിന് ഉണ്ടാവില്ല. പ്യുവർലി സബ്ജക്ട് സ്പെസിഫിക് നോളജ് മാത്രമാണ് അനലൈസ് ചെയ്യപ്പെടുക. അതിൽ 75 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഡബിൾ, ഒരു 1.5 മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കണക്കിൽ നിങ്ങൾക്ക് ടൈം അവൈലബിലിറ്റി കിട്ടും. അപ്പോൾ അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പം അതുകൊണ്ട് ഔട്ട്ലൈൻ ഓഫ് എക്സാം അത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതൊരു വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അപ്പം നമ്മൾ എക്സാം എഴുതാൻ പോകുന്ന എക്സാമിനെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ അറിയണം. അതിനുശേഷമാണ് നമ്മൾ സിലബസിൻ്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ഇതിലെല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആയിരിക്കും. കമ്പൽസറി എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അത് നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യേണ്ടതാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. മറിച്ച് ഔട്ട് ഓഫ് മാർക്കിൽ എല്ലാ ക്വസ്റ്റ്യൻ്റെയും മാർക്ക് ഇൻക്ലൂഡഡ് ആയിരിക്കും എന്നുള്ളത് മാത്രമാണ് ഈ കമ്പൽസറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ 75 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതല്ല. നിങ്ങൾക്ക് 75 ക്വസ്റ്റ്യനിൽ 60 ക്വസ്റ്റ്യനെ അറിയുമെങ്കിൽ, അതായത് പെർഫെക്റ്റ് ആയിട്ട് അറിയുമെങ്കിൽ ആ 60 ക്വസ്റ്റ്യനെ അറ്റൻഡ് ചെയ്യാവുള്ളൂ. കാരണം ആ 15 ക്വസ്റ്റ്യൻ്റെ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവാൻ പാടില്ല. ഇപ്പം 60 ക്വസ്റ്റ്യൻ 4 മാർക്ക് കിട്ടും. ഈ 15 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് നെഗറ്റീവ് മാർക്ക്. അപ്പം നിങ്ങൾ സമ്പാദിച്ച മാർക്കിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു രീതി ഉണ്ടാവരുത്. സോ കമ്പൽസറി മീൻസ് യു ക്യാൻ സ്കിപ്പ് ഇറ്റ്, ബട്ട് ദ ടോട്ടൽ മാർക്ക് വിൽ ബി കൗണ്ടഡ് ഫോർ ദി 75 ക്വസ്റ്റ്യൻസ്. അത്രയേ ഉള്ളൂ അതിൻ്റെ മീനിങ്. അപ്പം ഇനി ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിൽ IB ഉണ്ട്, ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഉണ്ട്, അതുപോലെ തന്നെ FAQ ഉണ്ട്, ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഇത് ഈ പറയുന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് ഈ രണ്ടും നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. വളരെ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ക്യുസാറ്റിലേക്കും അതുപോലെ തന്നെ അതർ കേരള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിലേക്കും വരാം. അപ്പം ക്യുസാറ്റ് ഈ പറയുന്ന എക്സാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം ഓൾറെഡി യൂണിവേഴ്സിറ്റി വൈസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആയിരിക്കും വിളിക്കുക. നമ്മൾ ക്യൂസെറ്റിൽ പറഞ്ഞതുപോലെ ഒരുപാട് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു സിംഗിൾ ടെസ്റ്റ് എന്നുള്ള ആസ്പെക്ട് ഇവിടെ ആപ്ലിക്കബിൾ അല്ല.
ഇപ്പോൾ ഇൻഡിവിജ്വൽ യൂണിവേഴ്സിറ്റി ആയിരിക്കും ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടായിരിക്കും എക്സാം. അപ്പം ഇതുവരെ ഇത് വിളിച്ചിട്ടില്ല, ആൻഡ് വി ആർ വെയിറ്റിംഗ് ഫോർ ദി അനൗൺസ്മെന്റ്. അപ്പം നമ്മൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ സ്റ്റേ ചെയ്യുക. അപ്പം കൃത്യമായിട്ട് അപ്പോൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ ഇൻഫർമേഷൻ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കിട്ടും. സോ ഓൾമോസ്റ്റ് 2 monthsലേക്ക് നിങ്ങൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ സ്റ്റേ ചെയ്യാതിന് ശേഷം നമുക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് പറയാനുള്ളത്. അപ്പം ഇതുവരെ വിളിച്ചിട്ടില്ല. സ്റ്റിൽ നമ്മളെ ടാർഗറ്റ് എന്ന് പറയുന്നത് കുസാറ്റിൽ ഞാനിവിടെ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, സുവോളജി എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമാണ്. ബാക്കിയുള്ള ഏത് വിഷയങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ തൊടുന്നില്ല, കാരണം നമ്മളെ ടൈം ലിമിറ്റിന്റെ പുറത്താണത്. അപ്പം അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങൾ കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ സമയമില്ല. സുവോളജി ഇക്വലൻസി ഉള്ള കോഴ്സുകളെ കുറിച്ച് മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഞാനത് MG കട്ടിയാണ്, ഞാൻ അറിയാതെ ചേർന്ന് പോയതാണ്. അപ്പം ക്യുസാറ്റിൽ നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ട ഒരേ ഒരു കോഴ്സ്, ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ഇക്വലന്റ് ടു സുവോളജി, MSc മറൈൻ സയൻസ് മാത്രമാണ്. അപ്പോൾ MSc മറൈൻ സയൻസ് എന്ന് പറയുന്നത് ഈവൻ ഇറ്റ്സ് അപ്ലിക്കബിൾ ഫോർ ദി ഹയർ സെക്കൻഡറി ടീച്ചർ. ബയോളജി സുവോളജി ബേസ്ഡ് ആയിട്ടുള്ള ഹയർ സെക്കൻഡറി ടീച്ചർ, ഈവൻ ബോട്ടണിക്കും മറൈൻ സയൻസ് ഇക്വലൻസി ഉള്ളതാണ്. സോ യു ക്യാൻ ചൂസ് ദാറ്റ്. അപ്പോൾ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറൈൻ സയൻസ് പഠിച്ചവന് മറൈൻ സയൻസ് ഉണ്ടാവും, സുവോളജി ഉണ്ടാവും, ബോട്ടണി ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ ഡിഗ്രി ബേസ്ഡ് ആയിരിക്കും നിങ്ങൾ ഏതാണെന്ന് തീരുമാനിക്കുന്നത്. പക്ഷെ മറൈൻ സയൻസും സുവോളജിയും ഇറ്റ്സ് അപ്ലിക്കബിൾ ഫോർ യു. ഇപ്പോൾ 2 കോഴ്സിന്റെ ഇക്വലൻസി നിങ്ങൾക്ക് ഒന്നിച്ച് കിട്ടുകയാണ്. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് MSc മറൈൻ സയൻസ് കുസാറ്റിലെ സ്കൂൾ ഓഫ് മറൈൻ സയൻസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഈ കോഴ്സിനുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ കേരള, കാലിക്കറ്റ്, കണ്ണൂർ യൂണിവേഴ്സിറ്റീസിന്റെ സുവോളജി അല്ലെങ്കിൽ അപ്ലൈഡ് സുവോളജിയാണ്. അതിനപ്പുറത്തേക്ക് ഇതുവരെ ഇക്വലൻസി വേറൊരു കോഴ്സിനും ഇല്ല. അതുകൊണ്ട് സുവോളജി ടാർഗറ്റ് ചെയ്യുന്നവർ ഈ പറയുന്ന പ്രിഫറൻസ് മാത്രമേ നിങ്ങൾ കൊടുക്കാവുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കിയുള്ള സബ്ജക്റ്റുകളെ കുറിച്ച് ഇഫ് ടൈം അവൈലബിൾ നമ്മൾ പിന്നീട് വേറൊരു മീറ്റിംഗിൽ സംസാരിക്കുന്നതായിരിക്കും. നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല വേറെ കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്. Now coming to the syllabus for the preparation. Syllabus for the preparation എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഒരു ക്യൂസെറ്റിന്റെ സിലബസ് കണ്ടു. അത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളതിനെ കുറിച്ച് ഒരു ബ്രോഡ് ആയിട്ടുള്ള സിലബസ് ആണ്, അല്ലാണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സിലബസ് അല്ല. ഒരു ബ്രോഡ് പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം വായിക്കാൻ വേണ്ടി പറ്റുന്ന, എന്ത് പഠിക്കണം നമുക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായ ഒരു ധാരണ ഉണ്ടാവില്ല. അതിനപ്പുറത്തേക്ക് നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്ന് തീരുമാനിക്കാൻ പറ്റുന്ന സിലബസിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം അതിൽ ഇത് ഒരു നല്ല ബുക്കിന്റെ സെക്കൻഡ്, ഞാൻ ആ ബുക്ക് ഷെയർ ചെയ്തോട്ടെ. യു ക്യാൻ സി ഇതൊരു ബുക്കിന്റെ ഇൻഡെക്സ് ആണ്. നമുക്ക് വൺ ഓഫ് ദ പ്രിഫേർഡ് ബുക്കിന്റെ ഇൻഡെക്സ് ആണിത്. ഞാൻ ബുക്കിനെ കുറിച്ച് പിന്നെ മെൻഷൻ ചെയ്യാം. അപ്പൊ ഇതില് കൃത്യമായിട്ട് നമ്മൾ സബ്ജക്ട് യൂണിറ്റ് വൈസ് എന്തൊക്കെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് ഈ ഇൻഡെക്സ് ആണ് വൺ ഓഫ് ദ ബെസ്റ്റ് സിലബസ് ഫോർ യുവർ എൻട്രൻസ് എക്സാം പ്രിപ്പറേഷൻ. അപ്പൊ ഇതിലെ യൂണിറ്റ് 1 സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ, അതിലെ ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് യൂണിറ്റ് വൈസ് വിത്ത് യൂണിറ്റിന്റെ ഉള്ളിലുള്ള സബ് ടോപ്പിക്സ്, ഓരോ സബ് ടോപ്പിക്കിന്റെയും പേജ് നമ്പർ വൈസ് തന്നെ ഈ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഈ ബുക്കിന്റെ പ്രൊമോഷൻ അല്ല, മറിച്ച് സിലബസിനെ അറിയുക എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെ പഠിക്കണം എന്ന് നമ്മൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ബുക്കിന്റെ ഇൻഡെക്സ് പേജ് നിങ്ങളെ സഹായിക്കും. ഈ ബുക്ക് ടോട്ടലായിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഇൻഡെക്സ് പേജ് വളരെ ഉപകാരപ്രദമായിരിക്കും. കാരണം ഈ ബുക്കിന്റെ ഇൻഡെക്സ് പേജ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒറിജിനൽ റെഫറൻസ് ബുക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പം ഇതാണ് ആ ബുക്ക്. ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഇൻഡെക്സ് പേജ് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. യൂണിറ്റ് 2A-B എന്ന് പറഞ്ഞിട്ട് സിസ്റ്റമാറ്റിക്, നോൺ കോഡേറ്റ്സ്, കോഡേറ്റ്സ്, പിന്നെ കമ്പാരിറ്റീവ് അനാട്ടമി, ബാക്കിയുള്ള സെൽ ആൻഡ് മോളിക്കുലർ ബയോളജി ആസ്പെക്ട്, ഡെവലപ്മെന്റൽ ബയോളജി, പിന്നെ എവല്യൂഷൻ ആസ്പെക്ട്, ഫിസിയോളജി, ബയോകെമിസ്ട്രി, എല്ലാ ആസ്പെക്റ്റും കവർ ചെയ്യുന്ന വിത്ത് MCQ ഉള്ള ഒരു ബുക്കാണിത്. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ബുക്കാണ്. ഓക്കെ, ബുക്കിന്റെ ഡീറ്റെയിൽസ് പിന്നെ നമുക്ക് പറയാം. ഇതാണ് ഔട്ട്ലൈൻ ഓഫ് സിലബസിന് ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ എന്തിനാ ഷെയർ ചെയ്തതെന്ന് എന്നുള്ളത് ഓർമ്മിക്കുക. സിലബസിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, എന്തൊക്കെ പഠിക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് ഷെയർ ചെയ്തേക്കുന്നത്. നൗ കമ്മിങ് ബാക്ക് ടു അവർ പ്രസന്റേഷൻ.
ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാനിപ്പോൾ കാണിച്ചേക്കുന്ന ഇൻഡെക്സ് പേജ് എന്ന് പറയുന്നത് ഇതാണ്. സോറി, ഒരിക്കലും ഈ ബുക്ക് വാങ്ങിക്കണം എന്ന് ഞാൻ പറയില്ല, കാരണം അത് ഒരു പ്രൊമോഷൻ ആയി പോകും. നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്നത് യു ഹാവ് ടു ക്വാളിഫൈ ദ എൻട്രൻസ് എക്സാം എന്നുള്ളതാണ്. കോട്ട്പാലിന്റെ ബുക്കുകൾ, ഇപ്പം വെർട്ടിബ്രേറ്റ, ഇൻവെർട്ടിബ്രേറ്റ്, കോട്ട്പാലിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ മതി. പിന്നെ രാസ്തോഗി പബ്ലിക്കേഷന്റെ ബുക്കുകളെല്ലാം നല്ലതായിട്ടുള്ള പോകുന്ന ബുക്കുകളാണ്. ഓക്കെ, രാസ്തോഗി പബ്ലിക്കേഷൻ. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത് നല്ല ലൈബ്രറി, MSc ഒക്കെ ഉള്ള കോളേജാണ് നിങ്ങളതെങ്കിൽ അവിടെ MSc റെഫറൻസ് ബുക്കുകൾ ഉണ്ടാവും. അത് നല്ല നമുക്ക് എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പക്ഷെ അവിടെയൊക്കെ എന്താ കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ കൺസ്യൂം ടൈം എന്നുള്ളതാണ്. കാരണം ആ ബുക്ക് പഠിച്ച് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടെത്തി പഠിക്കുക എന്ന് പറയുന്നത് ഈ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ, എസ്പെഷ്യലി 3rd ഇയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇനി 45 ദിവസം മാക്സിമം കിട്ടുമായിരിക്കുള്ളൂ. അതിൽ എക്സാം ആയിട്ട് ചിലപ്പം പോകും, പിന്നെ നിങ്ങൾ ടൂറോ എന്തോ കാര്യങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അതിൽ പോകും. അങ്ങനെയൊക്കെ നഷ്ടപ്പെടാൻ ദിവസങ്ങളുള്ള സ്ഥിതിക്ക് ഇറ്റ്സ് ബെറ്റർ ടു അവോയ്ഡ് ഒറിജിനൽ റെഫറൻസ് ബുക്ക്. ഏതെങ്കിലും ഗൈഡ് തന്നെ പ്രിഫർ ചെയ്യുന്നതായിരിക്കും ബുക്ക്. ഇതിലുള്ള ഈ 2 ബുക്കുകൾ നോക്കിയാൽ മതി. ബാക്കിയെല്ലാം ഇത് സെയിം കോപ്പിയാണ്, ഇതിൻ്റെ തന്നെ കോപ്പിയാണിത്. ഞാൻ ഗൂഗിളിൽ നിന്ന് അടിച്ചത് കൊണ്ട് കിട്ടിയതാണ്. ഗൂഗിളിൽ നിങ്ങൾ PG സുവോളജി എൻട്രൻസ് ബുക്ക് എന്ന് അടിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ്. അപ്പം ഈ 2 ബുക്കുകളാണ് പ്രിഫേർഡ് ബുക്കുകൾ എന്ന് പറയുന്നത്. ഇതാണ് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ കവർ ചെയ്യുന്നത്. അതേസമയം ഇതും അരിഹന്തിന്റെ ഈ ബുക്കും കവർ ചെയ്യുന്നുണ്ട്, ബട്ട് വിത്ത് ഷോർട്ട് കണ്ടന്റ് ആണ്. അപ്പം അധികം വായിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്ക് പ്രിഫർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ബുക്ക് അരിഹന്തിന്റെ ഈ പറയുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് എക്സാം സുവോളജി ബുക്കാണ്. പക്ഷെ കണ്ടന്റ് ഫുള്ളായിട്ട് ഡെലിവർ ചെയ്ത് ഒരു എൻട്രൻസിൽ ക്വാളിഫൈ ചെയ്ത് സീറ്റ് ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ ബുക്കാണ്. നൗ കമ്മിങ് ടു ദി പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. നമ്മൾ എന്തായിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട സ്ട്രാറ്റജി എന്തായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി സിലബസിനെ അറിയുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ തന്ന ഇൻഡെക്സ് പേജ് ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് സിലബസ്. ആ സിലബസിനെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അറിഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ അതിലുള്ള കണ്ടന്റിനെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യേണ്ടതുണ്ട്. കാറ്റഗറൈസ് ചെയ്യുക എന്ന് പറയുന്നത് ചില ടോപ്പിക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഡെഫിനറ്റ്ലി കമ്മിങ് ആയിട്ടുള്ള, 100% ഷുവർ ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഉണ്ടാവും. അതിനെ നമ്മൾ വെരി ഇമ്പോർട്ടൻറ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണം. അത് നമ്മൾ തുടക്കത്തിൽ പഠിക്കണം, മിഡിൽ വേ പഠിക്കണം, അതുപോലെ തന്നെ എക്സാമിന് തൊട്ട് മുമ്പ് നന്നായിട്ട് റിവൈസ് ചെയ്ത് നോക്കേണ്ട ടോപ്പിക്കുകൾ ഉണ്ടാവും. ചിലത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഉണ്ടാവും. വെരി ഇമ്പോർട്ടൻ്റ് എന്നല്ല, 100% ഷുവർ എന്നില്ല, ബട്ട് 80% ചാൻസ് ഈസ് ദാറ്റ്. അടുത്തത് 50-50 ചാൻസ് ഉള്ള ആൾക്കാരാണ് നോട്ട് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. നോട്ട് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ പഠിക്കണ്ട എന്നല്ല മീനിങ്. ഡെഫിനറ്റ്ലി അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉള്ള സംഗതിനെയാണ് നമ്മൾ നോട്ട് ഇമ്പോർട്ടൻ്റ് കാറ്റഗറിയിൽ നമ്മൾ പെടുത്തേണ്ടത്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുകൾ നിങ്ങൾ കവർ ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് BSc കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഏതാണ് ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ഏതാണ് അല്ലാത്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ ബെറ്റർ യു ഹാവ് ടു അപ്രോച്ച് എ മെൻറ്റർ എന്നുള്ളതാണ്. ഒരു മെൻറ്ററിനെ നിങ്ങൾ സമീപിക്കുക. മെൻറ്റർ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചർ ആയിരിക്കാം. ഇപ്പം സംശയം ചോദിക്കാൻ വേണ്ടി പറ്റുന്ന, ഈ കാര്യങ്ങളെ കുറിച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ടീച്ചർ, അതാണ് നിങ്ങളെ മെൻറ്റർ എന്ന് പറയുന്നത്. അപ്പം അവരോട് തന്നെ ചോദിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ you have to stay in our WhatsApp group so that I can help you. അടുത്തത് ലേൺ സിസ്റ്റമാറ്റിക്കലി എന്ന, നമ്മൾ ടോപ്പിക്കുകൾ അറിഞ്ഞു, ടോപ്പിക്കുകളെ കാറ്റഗറൈസ് ചെയ്തു, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് സിസ്റ്റമാറ്റിക് ആയിട്ട് ആ പറയുന്ന ടോപ്പിക്കുകൾ നമ്മൾ അപ്രോച്ച് ചെയ്ത് പഠിച്ച് എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് ഇവിടെ ടൈമാണ്. സോ വി ഹാവ് ഓൾമോസ്റ്റ് ഡെഡ് എന്നുള്ള അവസ്ഥയിലുള്ളത്. നമ്മൾ 45 ദിവസം അല്ലെങ്കിൽ 40 ദിവസം എന്ന് പറയുന്നത് ഒരുപാട് ദിവസങ്ങളൊന്നുമില്ല. നമ്മൾ കൃത്യമായ പ്ലാനോട് കൂടിയിട്ട് പോയാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. ഇതൊരു ഈസി ടാസ്ക്കാണ് നമ്മൾ വിചാരിക്കുകയേ ചെയ്യരുത്. അതേസമയം തന്നെ ഒരു ബാലികേറ മലയാണ് ഇത് എന്ന് വിചാരിക്കുകയും ചെയ്യരുത്. ഈസി ടാസ്ക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അധ്വാനിക്കില്ല, ബാലികേറ മലയാന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അധ്വാനിക്കില്ല. ഇത് നമുക്ക് പറ്റുന്നതാണ്, പക്ഷെ യു ഹാവ് ടു ടേക്ക് എഫേർട്ട് എന്നുള്ള ഒരു ഫീലിംഗിലായിരിക്കണം നിങ്ങൾ ഈ എൻട്രൻസ് എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. സോ ലേൺ ദ കൺസെപ്റ്റ് ഓൺ പ്രിഫറൻസ് ബേസ്. ഞാൻ പറഞ്ഞു ഇമ്പോർട്ടൻ്റ്, വെരി ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ നോട്ട് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന കേസിലായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഹോൾ സിലബസിനെ നോക്കിയിട്ട് നെടുവേർപ്പെട്ട് സങ്കടപ്പെടേണ്ട കാര്യമില്ല. സോ അത് മൊത്തമായിട്ട് ഒന്നിച്ചിങ്ങ് വിഴുങ്ങുക എന്ന് നിങ്ങൾ വിചാരിക്കുകയും ചെയ്യരുത്. നടക്കില്ല, നിങ്ങൾക്കറിയാം.
ഓക്കെ, ആ വോയിസ് ഒന്ന് ഓഫ് ചെയ്യോ ആരോ? ഓക്കെ, ആക്സിഡൻ്റലി വോയിസ് ഓൺ ആകുന്നത് ഒഴിവാക്കാൻ പറ്റിയാൽ നല്ലത്, കാരണം നമുക്ക് അത്രയും സമയമുള്ളൂ മീറ്റിംഗിൽ. സോ എൻ്റെ സിലബസ് മഗപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. സിസ്റ്റമാറ്റിക്കലി 1 by 1 ആയിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് മുമ്പോട്ട് കഴിഞ്ഞാൽ പറ്റും. ഇനി എല്ലാവരെയും നോക്കേണ്ട കാര്യമില്ല, നമുക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന മാക്സിമം എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കുകൾ പഠിച്ചാൽ മതി. നിങ്ങളെ എഫേർട്ട് 100% ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോഡ്സ് ഗ്രേസ് വിൽ ബി ദർ. അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക്. ഇപ്പം എല്ലാ ടോപ്പിക്കും കവർ ചെയ്യണം എന്നുള്ളതല്ല, ഈ 45 ദിവസം നിങ്ങൾക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം കവർ ചെയ്തിരിക്കണം സിസ്റ്റമാറ്റിക്കലി എന്നുള്ളതാണ് നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി അപ്ലൈഡ്. അല്ലാതെ ടോട്ടൽ സിലബസിനെ നോക്കിയിട്ട് നിങ്ങൾ സങ്കടപ്പെടരുത്, ഇതെനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ച് തുടക്കം തന്നെ പിൻവാങ്ങാൻ വേണ്ടിയിട്ട് പാടില്ല. നൗ ഡെഫിനറ്റ്ലി ഇൻഫർമേഷൻ നമ്മൾ ബ്രെയിനിലേക്ക് ഗ്യാദർ ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് യു ആർ നോട്ട് ടെസ്റ്റിംഗ് യുവർ നോളജ്, അത് ഉറപ്പായിട്ടും പോകും. അതൊരു സത്യമാണ്. ഒരിക്കലും അത് ഒരുപാട് ഇൻഫർമേഷൻസ് വെറുതെ പഠിച്ചുകൊണ്ടിരുന്നാൽ അത് അവിടെ കിടക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നുള്ളത് ബ്രെയിനിൻ്റെ ഒരു അഡാപ്റ്റേഷൻ ആണ്. സോ ഡെഫിനറ്റ്ലി അത് നിങ്ങളുടെ അടുത്ത് നിന്ന് നഷ്ടമാവും. സോ യു ഹാവ് ടു ഗോ ഫോർ ദി ടെസ്റ്റ്. ഓക്കെ, നിങ്ങൾ പഠിച്ചതിനെ കുറിച്ചുള്ള കൃത്യമായ ടെസ്റ്റിലേക്ക് നിങ്ങൾ പോകണം. അപ്പം പ്രാക്ടീസ് ടെസ്റ്റ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാനിവിടെ കൊടുത്തേക്കുന്നത് ഇറ്റ്സ് 3 times ഇമ്പോർട്ടൻ്റ് ആൻഡ് പ്രിപ്പറേഷൻ എന്നുള്ളതാണ്. If you are learning continuously for 45 days without approaching any practice test, definitely ആദ്യം പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, എങ്ങനെ ക്വസ്റ്റ്യൻ വരാം എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ പ്രാക്ടീസ് ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് എൻട്രൻസ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ്റെ സമയത്ത്. എസ്പെഷ്യലി PG എൻട്രൻസിൽ നിങ്ങൾക്കറിയാം 3 വർഷം പഠിക്കുന്ന സംഗതിയാണ് നിങ്ങൾ ഒരു എക്സാമിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം സിസ്റ്റമാറ്റിക് ലേണിംഗ് നടക്കുന്നുണ്ട്, പക്ഷേ ഇഫ് യു ആർ വിത്തൗട്ട് പ്രാക്ടീസ് ടെസ്റ്റ് അത് മിയർ വേസ്റ്റ് തന്നെയാണ്. പ്രാക്ടീസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ടെസ്റ്റിംഗ് വാട്ട് യു ലേൺ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആസ് ഫാർ ആസ് ദി എൻട്രൻസ് പ്രിപ്പറേഷൻ ഈസ് കൺസേൺഡ്. വിത്തൗട്ട് ടെസ്റ്റ് ഡെഫിനറ്റ്ലി യു വിൽ നോട്ട് ക്വാളിഫൈ. അതാണ് അതിൻ്റെ ഒരു കാറ്റഗറി. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ബ്രെയിൻ ആയിരിക്കണം, എന്ത് പഠിച്ചാലും അവിടെ തന്നെ നിൽക്കുന്ന ഒരു ബ്രെയിൻ ആയിരിക്കണം, ഒരു സൂപ്പർ ബ്രെയിൻ ആയിരിക്കണം. അങ്ങനെയുള്ളവർക്ക് പറ്റും. അത് എക്സെപ്ഷണൽ കേസാണ്, ആൻഡ് വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ദാറ്റ്. നൗ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് റീവിസിറ്റ് ദ ടോപ്പിക് എന്നുള്ളത്. നമുക്കറിയാം, നമ്മൾ ഒരു ദിവസം പഠിച്ചു, രണ്ടാമത്തെ ദിവസം പഠിച്ചു, ഒരാഴ്ച പഠിച്ചു. ഇനി ഒന്നാമത്തെ ദിവസം പഠിച്ചതിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി ബ്ലാങ്ക്. അപ്പം അങ്ങനെ ഒരു പാറ്റേണിൽ നിങ്ങൾ ഒരു മാസം പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആദ്യം പഠിച്ചൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി എല്ലാ ദിവസവും നിങ്ങൾ ടോപ്പിക്ക് റീവിസിറ്റ് ചെയ്തേ പറ്റുള്ളൂ, വീക്കിലി റീവിസിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് ഈ ടോപ്പിക്കുകൾ കവർ ചെയ്ത് നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ടാവുക. സോ റീവിസിറ്റ് ദ ടോപ്പിക് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഫോർ പ്രിപ്പയറിംഗ് ദിസ് എൻട്രൻസ് എക്സാം. അപ്പം അനലൈസ് ദ പ്രാക്ടീസ് ടെസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ടെസ്റ്റ് ഒരു ദിവസം കഴിയുന്നു, ഒരു ദിവസത്തെ പഠിച്ചതിനെ കുറിച്ച് ഒരു ടെസ്റ്റ് കഴിയുന്നു. ആ ടെസ്റ്റ് ഈ പാറ്റേൺ എങ്ങനെയാണ് നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നത്, PSMO കോളേജ് ഫുൾഫിൽ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ അവസാനം പറയും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പിള്ളേരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. സോ അനലൈസ് ദ പ്രാക്ടീസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു പ്രാക്ടീസ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഡെഫിനറ്റ്ലി നിങ്ങളെ തെറ്റിയ ആൻസർ ഏതൊക്കെയാണ്, അത് എന്തുകൊണ്ട് തെറ്റി, നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടായിരിക്കില്ല അത് തെറ്റിയത്, മറിച്ച് ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എന്തോ കൺഫ്യൂഷനായി ഓപ്ഷൻ റോങ് കുത്തിപ്പോയി, ആ ഒരു അവസ്ഥയായിരിക്കും. വൈ എന്നുള്ളൊരു ചോദ്യം ഓരോ റോങ് ആൻസറിനോട് നിങ്ങൾ ചോദിക്കണം. അത് അനലൈസ് ചെയ്ത് വീണ്ടും നിങ്ങൾ റീവിസിറ്റ് ചെയ്ത് പഠിക്കണം. ഓക്കെ, സോ റീവിസിറ്റിംഗ് ഉണ്ട്. അതിനുശേഷം യു ഹാവ് ടു ഗോ ഫോർ ദ റീടെസ്റ്റ് ഓൾസോ ഓൺ ദ സെയിം ടോപ്പിക്. ഇതിനൊക്കെ സമയം ഉണ്ടാവുമോ സാറേ ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സമയം ഉണ്ടാവും. അത് 2 കൊല്ലം നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് സക്സസ് ആയത് കൊണ്ടാണ് നിങ്ങൾക്കിത് ഡെലിവർ ചെയ്യാമെന്ന് PSMO കോളേജ് തീരുമാനിച്ചതും നിങ്ങളെല്ലാവരെയും അതിന് വേണ്ടിയിട്ട് ക്ഷണിച്ചതും. നൗ ഇമ്പോർട്ടൻസ് ഓഫ് ദ ടോപ്പിക്സ്. ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഈ ഡിഫറെൻറ്റ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം CUET ഉണ്ട്, ക്യുസാറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അതർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരള, കണ്ണൂർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എൻട്രൻസ് ആണ് ഞാനിവിടെ. അതിനപ്പുറത്തേക്ക് വേറൊന്നും ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല. സ്റ്റേറ്റ് ലെവൽ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അടുത്ത ഇന്റർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് CUET മാത്രം ഫോക്കസ് ചെയ്യണം. സോ ഈ CUET പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഓൾ പോർഷൻസ് വിൽ ബി കവേർഡ് ഓൾമോസ്റ്റ് ഈക്വലി. ഒരു ഈവൻ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ഒരു ചെറിയൊരു അൺഈവൻനെസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പ്യൂർ സുവോളജി കുറച്ച് അധികം ഉണ്ടാവും എന്നുള്ളത്, വളരെ കുറച്ച് മാത്രം അധികം ഉണ്ട്, 2-3 ക്വസ്റ്റ്യൻസ് അധികം ഉണ്ടാവുമെന്നേ ഉള്ളൂ.
അപ്പോൾ നമുക്ക് ടോപ്പിക് പ്രീവിയസ് എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ 20-35% ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പ്യുവർ സുവോളജി ആയിരിക്കും. പ്യുവർ സുവോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെർട്ടിബ്രേറ്റ, ഇൻവെർട്ടിബ്രേറ്റ അല്ലെങ്കിൽ കോഡേറ്റ, നോൺ കോഡേറ്റ പോർഷൻസ് ആയിരിക്കും. അപ്പം കോഡേറ്റ, നോൺ കോഡേറ്റ പോർഷൻസ് പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇത് കഴിഞ്ഞ് ഈ സെഷൻ കഴിഞ്ഞ് നമ്മൾ ഫ്രീക്വൻ്റ്ലി നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഈ പറയുന്ന വീഡിയോസ് ഇടും. അതിനനുസരിച്ചിട്ട് നിങ്ങൾ പഠിക്കാം. ഓക്കെ, ഇതെന്താണ്? കാരണം ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ നമുക്കിപ്പം സമയമില്ല. നമ്മുടെ ഔട്ട്ലൈന് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഓറിയന്റേഷൻ. ഓൾറെഡി 40 മിനിറ്റ്സ് ആയി. യു നോ ദാറ്റ് ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്ന 1 മണിക്കൂർ കൊണ്ട് വൈൻഡപ്പ് ആവും. Now 30-40% എന്ന് പറയുന്നത് ജെനറ്റിക്സ്, മോളിക്കുലർ ബയോളജി, സെൽ ബയോളജി കൺസെപ്റ്റ്സ് ആയിരിക്കും ചോദിക്കുക. അടുത്ത റിമൈനിങ് പോർഷൻസ് എന്ന് പറയുന്നത് ഇക്കോളജി, എവല്യൂഷൻ, എത്തോളജി, ഡെവലപ്മെന്റൽ ബയോളജി, ഫിസിയോളജി, ആ പാർട്ടിൽ നിന്നായിരിക്കും ബാക്കിയുള്ള റിമൈനിങ് പോർഷൻസ് ഉണ്ടാവുക. അപ്പം ഇങ്ങനെ ഒരു ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും നമുക്ക് CUET-യിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. കുസാറ്റിന്റെ എൻട്രൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദ ടെസ്റ്റ് ഈസ് നോട്ട് ഫോർ ദി പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്നുള്ളതാണ്. ആക്ച്വലി ടെസ്റ്റ് വിൽ ബി ബേസ്ഡ് പ്യൂർലി ഓൺ വാട്ട് യു ഹാവ് ലേൺ ഫോർ ദി BSc. അപ്പം നിങ്ങൾ സുവോളജി എഴുതിയ ആള് മറൈൻ സയൻസിന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എഴുതുമ്പോൾ ദ ക്വസ്റ്റ്യൻ വിൽ ബി ബേസ്ഡ് ഓൺ സുവോളജി സിലബസ്. ആൻഡ് ഇഫ് ബോട്ടണി പേഴ്സൺ ഈസ് അപ്പിയറിംഗ് ഫോർ ദ മറൈൻ സയൻസ് എൻട്രൻസ് എക്സാം, ദ ക്വസ്റ്റ്യൻ വിൽ ബി ബേസ്ഡ് ഓൺ ബോട്ടണി ആസ്പെക്ട് എന്നുള്ളതാണ്. അതാണ് ക്യുസാറ്റ് എക്സാമിന്റെ പ്രത്യേകത. നിങ്ങൾ എന്ത് പഠിച്ചു എന്നതിന്റെ ബേസിലായിരിക്കും നിങ്ങളെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ ഒരു അഡ്വാൻറ്റേജും കൂടിയാണ്. അല്ലാണ്ട് മറൈൻ സയൻസിന്റെ കാര്യങ്ങളും നമ്മൾ എൻട്രൻസിന് പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. സോ അപ്പോൾ ഇതിന്റെ ഒരു കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത് 40-50% പ്യുവർ സുവോളജി ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക ക്യുസാറ്റിന്റെ മറൈൻ സയൻസിന്റെ എൻട്രൻസിൽ സുവോളജിക്കാർക്കുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ 25-30% വി വിൽ ഗെറ്റ് ജെനറ്റിക്സ്, മോളിക്കുലർ ബയോളജി, സെൽ ബയോളജി. സെയിം 25-30% എവല്യൂഷൻ, ബാക്കിയുള്ള ആസ്പെക്ട്സിൽ ഉണ്ടാവും. അപ്പം ഇവിടെ നമ്മൾ പ്യുവർ സുവോളജിക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നൗ അതർ എക്സാംസ്, ഇപ്പോൾ കാലിക്കറ്റ്, കണ്ണൂർ, കേരള യൂണിവേഴ്സിറ്റി എക്സാംസിലേക്ക് വരുമ്പോൾ ഓൾമോസ്റ്റ് 60% വരെ പ്യുവർ സുവോളജി കവർ ആകും. മെയിൻ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ നിന്നായിരിക്കും ഉണ്ടാവുക. പ്യുവർ സുവോളജി എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ബാക്കിയുള്ളതാണ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോവുക ഞാൻ നേരത്തെ പറഞ്ഞ സബ്ജക്റ്റുകൾ. ഈ ഒരു പാറ്റേണിലായിരിക്കും ഈ 3 എക്സാംസിന്റെയും ടോപ്പിക്കുകൾ കവർ ചെയ്യപ്പെടുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം പ്രിപ്പറേഷന്റെ സമയത്ത്. കാരണം ഓരോ എക്സാമിനും നമ്മൾ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്ന എക്സാം എന്ന് പറയുന്നത്, പ്രിപ്പയർ ചെയ്യുന്ന എക്സാം എന്ന് പറയുന്നത് CUET ആണ്. അടുത്തത് ക്യുസാറ്റ് വരും. അതിനുശേഷമായിരിക്കും നമ്മളെ സ്റ്റേറ്റ്, അതർ യൂണിവേഴ്സിറ്റി എക്സാംസ് 3 വരിക. ഇനി ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു 100 ക്വസ്റ്റ്യന്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ 100 ക്വസ്റ്റ്യൻ ഉണ്ടാവണമെന്നില്ല. ഞാൻ പെർസെൻറ്റേജ് കണക്കാക്കാൻ വേണ്ടിയിട്ട് 100 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ്. നമ്മൾ നേരത്തെ CUET-യിൽ കണ്ടു 75 ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പൊ അതിൽ 50% ക്വസ്റ്റ്യനും എന്തായിരിക്കും? ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കുറച്ചൊക്കെ വായിച്ചവന്, അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഡിഗ്രി ക്ലാസ്സിൽ ഇരുന്നവന് തന്നെ ഉത്തരം എഴുതാൻ വേണ്ടി പറ്റുന്ന ഒരു 50% ആയിരിക്കും. അപ്പം ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങളുടെ ഭാവം എന്ന് പറയുന്നത് ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന ഭാവമായിരിക്കും. ഇതൊക്കെ എന്ത് എന്നുള്ള അർത്ഥത്തിലുള്ള ഭാവമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. കൂളായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പാർട്ടാണ് ഈ 50% ആയിട്ടുള്ള ഈസി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട വേറെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ റാങ്ക് നിശ്ചയിക്കുന്നതിൽ ഈ 50 ക്വസ്റ്റ്യൻസിൽ യാതൊരു റോളും ഇല്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇത് അറ്റൻഡ് ചെയ്യേണ്ട എന്നുള്ളതല്ല, മറിച്ച് എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ റാങ്കിൽ ഈ 50% ക്വസ്റ്റ്യൻസിൽ യാതൊരു മാറ്റം ഉണ്ടാക്കില്ല. ഇനി അടുത്ത ലെവൽ എന്ന് പറയുന്നത് തൊട്ടാണ്. ഈ 2 ആൾക്കാരാണ് റാങ്ക് നിശ്ചയിക്കുന്നതിൽ മെയിൻ ഘടകം എന്ന് പറയുന്നത്. ഇതും കൃത്യമായിട്ട് റാങ്ക് നിശ്ചയിക്കുന്നതിൽ വലിയ റോള് പഠിക്കാത്ത പോർഷനാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ഡിഫിക്കൽറ്റി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 20% പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഡിഫിക്കൽറ്റീസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒന്നല്ല, മറിച്ച് നിങ്ങൾ ക്ലാസ്സിലിരുന്നാൽ മാത്രം പോരാ, എൻട്രൻസിന് വേണ്ടി കുറച്ചൊക്കെ പ്രിപ്പയർ ചെയ്താൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ പറയുന്ന 20% ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒന്നാമത്തെ കാറ്റഗറി നമ്മൾ കണ്ടു. എനിവൺ വിത്ത് മിനിമം പ്രിപ്പറേഷൻ എന്ത് ചെയ്യാം? ഈ പറയുന്ന 50% ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അതൊക്കെ കണ്ടിട്ട് ആവേശം കയറിയിട്ട് നമ്മൾ വിചാരിക്കും MSc അഡ്മിഷൻ നമുക്ക് കയ്യിൽ കിട്ടിയെന്ന്. അതല്ല, കിട്ടില്ല. നമ്മൾ ഈ പോർഷൻസ് കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് എൻട്രൻസ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, അഡ്മിഷൻ കിട്ടുള്ളൂ. ഹാർഡ് വർക്ക് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഒരു 30% ആസ്പിറൻസിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ പറയുന്ന ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ ഹു പ്രിപ്പയർഡ് വെൽ വിത്ത് പ്രാക്ടീസ് ടെസ്റ്റ്. അപ്പം അതിൻ്റെ ഒരു ഭാവം എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇപ്പം അത്യാവശ്യം പ്രിപ്പയർ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ
സോ ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴുള്ള ഭാവം ഇതായിരിക്കും. സലീം കുമാറിന്റെ ഭാവം നിങ്ങൾക്ക് ഇങ്ങനെ മാറുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സെയിം യു ക്യാൻ സീ ഇഫ് യു ആർ ആൻ ഇൻവിജിലേറ്റർ ഓൺ ദ ഫേസ് ഓഫ് ദ സ്റ്റുഡൻസ് ഹു ഈസ് റൈറ്റിംഗ് ദി എക്സാം. ഓക്കെ, അപ്പോൾ ഒരു ഡോണ്ട് ഡു ടൈപ്പ് ആയിരിക്കും ഈ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. എനിക്ക് ഈ പറയുന്ന ആദ്യത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മതി, ഇത് ആവശ്യമില്ല എന്ന് തോന്നുന്ന തരത്തിലായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് നടത്തുന്ന, അല്ലാതെ നിങ്ങളുടെ മാർക്കിന്റെ ബേസിലുള്ള എക്സ്ട്രാ ഓർഡിനറി ഒന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പം സെം എക്സാമിന് 93% ഉണ്ടാവും, 94% ഉണ്ടാവും. ദാറ്റ് ഡസന്റ് മീൻ യു വിൽ ക്വാളിഫൈ MSc എൻട്രൻസ്. ഇതിന്റെ എൻട്രൻസ് എക്സാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ക്വസ്റ്റ്യനും അതിലെ ഓപ്ഷൻസും, എല്ലാ ഓപ്ഷൻസും ഒരുപോലെ ഉണ്ടാവും ചില സമയത്ത്. അപ്പം അങ്ങനെയുള്ള സംഗതി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോഴത്തെ മാർക്കും അതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ 60% ഉള്ള ആളും ക്വാളിഫൈ ചെയ്തിട്ട് MSc അഡ്മിഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ MSc എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത്. അപ്പം ഒരു 93% ഉള്ള ആൾ എൻട്രൻസ് ക്വാളിഫൈ ചെയ്യാതെ സാധാരണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ ചിലപ്പം 75% ഉള്ള ആള് കുറച്ചും കൂടെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻട്രൻസ് ക്വാളിഫൈ ചെയ്ത് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹാർഡ്ഷിപ്പ് ആണ്. എന്ന് വെച്ചാൽ നല്ല സ്ട്രഗിൾ ചെയ്ത് പഠിച്ച ആൾക്ക് കിട്ടുന്ന 20% മാർക്കാണ്. ഓക്കെ, അപ്പോൾ 20% ക്വസ്റ്റ്യൻസ് അതായിരിക്കും. സോ ഓൺലി 20% ഓഫ് ദ ആസ്പിറൻസ് ഹു പ്രിപ്പയർഡ് വിത്ത് ലോട്ട്സ് ഓഫ് റിവിഷൻ ആൻഡ് ദ പ്രാക്ടീസ് ടെസ്റ്റ് വിൽ ക്വാളിഫൈ ദിസ് 20% ഓഫ് ദ ക്വസ്റ്റ്യൻ, ദ ഹാർഡ്ഷിപ്പ് ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ഈസി, ഡിഫിക്കൽട്ട്, ഹാർഡ്ഷിപ്പ് ഉണ്ട്. ഇനി ഒരു 10% ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങളെ ലക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. ലക്ക് എന്ന് പറയുന്നത് പ്യൂർലി ബേസ്ഡ് ഓൺ വെദർ ദ ക്വസ്റ്റ്യൻ കംസ് ഫ്രം ദ പോർഷൻസ് യു ഹാവ് കവേർഡ് ഓർ നോട്ട്. അപ്പൊ നിങ്ങൾ വെറുതെ നോക്കിയ കുറെ പോർഷൻസ് ഉണ്ടാവും, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയാൽ അത് നിങ്ങളെ ലക്ക്, അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള ഭാഗ്യത്തെ കുറിച്ചുമല്ല ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കിയ പോർഷൻസ് വരുന്ന ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ആളാണ്. ഓക്കെ, ഇപ്പം മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറി റെഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ഈ പുക പോകുന്ന സീനായിരിക്കും ഉണ്ടാവുക, തല പുകയും എക്സാമിന്റെ ഹാളിൽ. ഇനി നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഈ സീനായിരിക്കും. എനിക്കാണോ വട്ടായത്, അല്ല ക്വസ്റ്റ്യൻ ഇടുന്നാണോ വട്ടായത് എന്നുള്ള ഒരു ഫീലിംഗ് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ റിമൈനിങ് 10% എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ലെവലിലായിരിക്കും ഏത് എൻട്രൻസിന്റെയും ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പം ഈ 50% അറ്റൻഡ് ചെയ്തു എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ഒരിക്കലും ഉണ്ടാവരുത് എന്നാണ് ഞാൻ പറയുന്നത്. സോ യു ഹാവ് ടു സ്ട്രൈവ് ഹാർഡ് സോ ദാറ്റ് യു ക്യാൻ അറ്റ്ലീസ്റ്റ് അറ്റൻഡ് ദ ഹാർഡ്ഷിപ്പ് ക്വസ്റ്റ്യൻസ് ടു. അപ്പോൾ ലക്കിനെ തന്നെ വിടുക 10%, സോ ദാറ്റ് വിൽ നോട്ട് ബി ഡിറ്റർമൈനിങ് ദി മാർക്ക്. ഡെഫിനറ്റ്ലി അത് ഡിപ്പെൻസ് ആണ്. എനിവേ ഡിഫിക്കൽട്ട് ഹാർഡ്ഷിപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളെ എൻട്രൻസിന്റെ പൊസിഷൻ തീരുമാനിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നൗ ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഈസ് ടൈം മാനേജ്മെന്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് സമയമില്ല. തേർഡ് ഇയറിനെ സംബന്ധിച്ചിടത്തോളം തീരെ സമയമില്ല, വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. സോ യു ഹാവ് ടു പ്രിപ്പയർ. അപ്പം ടൈം മാനേജ്മെന്റ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനി ഉള്ള ടൈം വേറെന്തെങ്കിലൊക്കെ ആക്കുക എന്നുള്ളതൊന്നുമല്ല, മറിച്ച് നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്കുള്ള ടൈമിൽ നിന്ന് നിങ്ങൾ എക്സ്ട്രാ ടൈമിനെ കണ്ടെത്തുക എന്നുള്ള കാര്യമാണ്. അതാണ് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് എന്ന് പറയുന്നത്. അപ്പം മിനിമം 1.5 അവറെങ്കിലും നമ്മൾ കണ്ടെത്തിയിരിക്കണം. ഓൾറെഡി നിങ്ങളെ കയ്യിലുണ്ട്, പക്ഷെ നിങ്ങൾ വേറെന്തോ ആവശ്യത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ടൈമിനെ നിങ്ങൾ ഇതിലേക്ക് മാറ്റണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പറ്റുള്ളൂ. അപ്പോൾ ഒരു കോട്ട് ഉണ്ട്, ഫേമസ് ആയിട്ടുള്ള കോട്ടാണ്, യു വിൽ നെവർ ഫൈൻഡ് ടൈം ഫോർ എനിത്തിങ് ഇഫ് യു വാണ്ട് ടൈം യു മസ്റ്റ് മേക്ക് ഇറ്റ് എന്നുള്ളത്. നിങ്ങൾ ഉണ്ടാക്കാതെ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പണിയെടുക്കില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ, അല്ലാണ്ട് നിങ്ങൾക്ക് തനിയെ ഉണ്ടാകുന്ന ഒരു സംഗതിയല്ല ഈ ടൈം എന്ന് പറയുന്നത്. സോ യു ഹാവ് ടു ലൂസ് സം ഓഫ് ദ വർക്ക് ദാറ്റ് യു ആർ ഡൂയിങ് ഫോർ നത്തിങ് ഇൻ ദ കറന്റ് സിനാരിയോ. സോ അത് മാറ്റിയിട്ട് നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ട് എൻട്രൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി അങ്ങനെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക, അവസാനം സ്ട്രെസ്സിലേക്ക് പോകും. അനദർ ഫേമസ് കോട്ടാണ് ബൈ ജെഫ് ബെസോസ്. എന്താണ് സ്ട്രെസ് എന്ന് പറയുന്നത്? ഡസന്റ് കം ഫ്രം ദി ഹാർഡ് വർക്ക്. ഒരു ഹാർഡ് വർക്കിന്റെ റിസൾട്ട് ഒന്നുമല്ല സ്ട്രെസ്, മറിച്ച് ഒരു പ്രത്യേക കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സൂപ്പർ പവർ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ അതിലൊന്നും ചെയ്യാതെ പിന്നീട് അതിനെക്കുറിച്ച് ദുഃഖിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഗതിയാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രെസ് ഈസ് പ്രൈമർലി കംസ് ഫ്രം നോട്ട് ടേക്കിംഗ് ആക്ഷൻ ഓവർ സംതിങ് ദാറ്റ് യു ക്യാൻ ഹാവ് സം കൺട്രോൾ ഓവർ ഇറ്റ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി വരാൻ പോകുന്ന ക്യൂസെറ്റിന് ഡെഫിനറ്റ്ലി ഇപ്പം നിങ്ങൾ നോക്കിയാൽ തന്നെ യു ഹാവ് എ കൺട്രോൾ ഓവർ ഇറ്റ്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ അധ്വാനിക്കാതെ പിന്നീട് കുറച്ച് കഴിഞ്ഞ് അഡ്മിഷൻ ഒന്നും ശരിയാവാതെ നമ്മൾ സ്ട്രെസ്സിലേക്ക് പോകുന്നത് എന്ന് പറയുന്നത് ഈ കൺസെപ്റ്റ് ആണ്. Okay, so definitely you should have a time planning so that you can easily convey the message to your entrance body so that you can qualify the entrance examination. That is important. Okay, സ്ട്രെസ്സിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് പറ്റും. ഞാനൊരു ഫേമസ് ആഡ്, ഒരു കൊമേഴ്ഷ്യലാണിത്, റേസ് പണ്ട് ചെയ്തതാണ്, ഐ തിങ്ക് 2020. ഇത് നിങ്ങൾക്ക്, ഈ കുട്ടീനെ നിങ്ങൾക്ക് അറിയായിരിക്കും, ആയിഷ എന്ന് പറയുന്നത് കേരളത്തിലെ നീറ്റിന്റെ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. ഓക്കെ, അപ്പം ഈ കുട്ടി പറഞ്ഞ ഒരു കോട്ടുണ്ട്, ആ കോട്ട് ഞാൻ കടമെടുക്കുകയാണ്. കുട്ടി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു വർഷം സോഷ്യൽ മീഡിയനെ ഉപേക്ഷിച്ചു, ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ചു, പിറ്റത്തെ വർഷം സോഷ്യൽ മീഡിയ എന്നെ ആഘോഷിച്ചു എന്നുള്ള ഒരു കോട്ട് ആയിഷാന്റെ ഭാഗത്തുനിന്ന് ഈ റിസൾട്ട് വന്നപ്പോൾ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് നിങ്ങൾക്ക് ഒരു എനർജി ആയിട്ട് ഞാൻ പറയാനുള്ളത്. ഈ ആയിഷാന്റെ സംസാരമാണ് എനിക്ക് പറയാനുള്ളത്. ഡെഫിനറ്റ്ലി ഈ ഒരു 45 ദിവസം, ഒരു വർഷവും ആയിഷ ഉപേക്ഷിച്ചതുപോലെ ഒരു വർഷവും നിങ്ങൾ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. ഈ ഒരു 45 ദിവസം നിങ്ങളെ സോഷ്യൽ മീഡിയനെ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ഹാവ് ഇനഫ് ടൈം. പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇഷ്ടം പോലെ സമയം നിങ്ങൾക്ക് കിട്ടും. സോ ടൈം മാനേജ്മെന്റ് പാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം. സോ യു ഷുഡ് ഹാവ് എ ഡെഫിനറ്റ് പ്ലാൻ. ഒരു ദിവസം എന്ത് എന്നുള്ള കൃത്യമായ പ്ലാൻ ഉണ്ടായിരിക്കണം. അതിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ടാസ്കുകൾ കൃത്യമായിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഓരോ ദിവസവും പ്രയോറിറ്റി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഡെലിഗേറ്റ് ദി ടാസ്ക് ആൻഡ് യു ഷുഡ് ഹാവ് എ കൺട്രോൾ ഓവർ ദ വേസ്റ്റേജ് ഓഫ് ടൈം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പം അതിനാവശ്യമായിട്ടുള്ള ടൂളും നിങ്ങൾ ഉപയോഗിക്കണം. ടൂൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം 45 ദിവസമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഒരു ടൂൾ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള സംഗതിയാണ്, ഭയങ്കര സംഭവമൊന്നുമില്ല. മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഒറിജിനൽ റെഫറൻസുകൾ നിങ്ങൾ തൽക്കാലം ഉപേക്ഷിക്കുക. അത് സെക്കൻഡ് ഇയേഴ്സും ഫസ്റ്റ് ഇയേഴ്സും നോക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ഒറിജിനൽ റെഫറൻസ് ഉപയോഗിച്ച് സമയം കളയുന്നത് ഒഴിവാക്കുക. മറിച്ച് യു ക്യാൻ ജസ്റ്റ് ഗോ ഫോർ ദി എൻട്രൻസ് ബുക്സ്. അപ്പം അതൊരു ടൂളാണ്. നിങ്ങൾക്ക് അങ്ങനെയുള്ള ടൂളുകൾ ഉപയോഗിക്കുക. എന്താണെന്ന് അറിയാത്ത അവസ്ഥയിൽ ജസ്റ്റ് അപ്രോച്ച് എ മെന്റർ ആൻഡ് സ്റ്റാർട്ട് ലേണിംഗ് ഫ്രം ഹിം. അതൊരു ടൂളാണ്. അങ്ങനെയുള്ള ടൂളുകൾ ഉപയോഗിച്ച് മിനിമം ടൈമിൽ മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റണം. ആ ഒരു ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞ സ്ട്രാറ്റജി സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് 3 ചോയ്സാണ് ഉള്ളത്. ഒന്ന് സെൽഫ് സ്റ്റഡിയാണ്. സെൽഫ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു പ്രോസസ്സ് നടക്കുകയുള്ളൂ എന്നുള്ളത് ഒരു ദുഃഖസത്യമാണ്. നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം. അതും ചെറുതായിട്ടൊന്നും പോരാ, നന്നായിട്ട്. നിങ്ങൾക്ക് നിങ്ങളിൽ നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രം പറ്റുന്ന ഒരു സംഗതിയാണ് ഈ പറയുന്ന സെൽഫ് സ്റ്റഡി എന്ന് പറയുന്നത്. സ്റ്റിൽ മെനി ഓഫ് യു ആർ ഗോയിങ് ഫോർ ദി സെൽഫ് സ്റ്റഡി. അടുത്ത ഒരു ചോയ്സ് എന്ന് പറയുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മെന്റർ എന്നുള്ളതാണ്. ഒരു കോച്ചിന്റെയോ അല്ലെങ്കിൽ മെന്ററിന്റെയോ സപ്പോർട്ടോട് കൂടിയിട്ട് നിങ്ങൾ സ്റ്റിൽ യു ആർ സെൽഫ് സ്റ്റഡിങ് ഓൺലി, ബട്ട് യു ആർ വിത്ത് എ സപ്പോർട്ട് ഫ്രം ദി മെന്റർ ഓർ ദി കോച്ച്. ഓക്കെ, ഇവിടെ ഒരു കോട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോയിങ് ദാറ്റ് സംവൺ ഈസ് ഓൾവേസ് ദെയർ ഫോർ ദം ക്യാൻ വർക്ക് ലൈക്ക് എ മാജിക് എന്നുള്ളത് ഒരു കോട്ടാണ്. തീർച്ചയായിട്ടും അങ്ങനെയായിരിക്കും. നമ്മളിപ്പം ഈ കോളേജിൽ ഒരു ടാസ്ക് കൊടുക്കുകയാണ്. അപ്പം സാറ് ടാസ്ക് തന്നിട്ടുണ്ട്, അത് പൂർത്തിയാക്കണം എന്നുള്ള ചിന്ത നിങ്ങളിൽ വരും. സാർ അത് നാളെ ഇവാലുവേറ്റ് ചെയ്യും എന്നുള്ള ഒരു ചിന്ത വരും. ആ ഒരു ഇവാലുവേഷനിൽ എനിക്ക് മുന്നോട്ട് വരണം എന്നുള്ള ഒരു ചിന്ത വരും. അങ്ങനെയൊക്കെ നിങ്ങൾ, പക്ഷെ പഠിക്കുന്നത് സെൽഫ് തന്നെയാണ്. ആ ടാസ്ക് നിങ്ങൾ പൂർത്തീകരിക്കുന്നത് സെൽഫായിട്ട് തന്നെയാണ്. പക്ഷെ സ്റ്റിൽ യു ആർ ഷോയിങ് എ കൺട്രോൾ ഓവർ സംതിങ് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ ടീച്ചർ പറഞ്ഞത് പ്രകാരം നിങ്ങൾ ചെയ്യുന്നു. നിങ്ങൾക്ക് വേറെ ടെൻഷനൊന്നുമില്ല. ഒരു ദിവസത്തെ ടാർഗറ്റ് ടീച്ചർ തരുന്നു, ആ ടാർഗറ്റ് നിങ്ങൾ അച്ചീവ് ചെയ്യുന്നു. ടോട്ടൽ കവറേജിനെ കുറിച്ച് നിങ്ങൾ ബോധേഡാവുന്നേ ഇല്ല. ഓരോ ദിവസവും കിട്ടുന്നതിനെ കുറിച്ച് മാത്രം. അങ്ങനെ ഒരു മെന്ററിന്റെ കീഴിൽ സെൽഫ് സ്റ്റഡി നടത്തുക എന്നുള്ളതാണ് നമുക്ക് അടുത്ത ഒരു ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ PSMO കോളേജിൽ പ്രാക്ടീസ് ചെയ്യുന്ന സംഗതി എന്ന് പറയുന്നത് ഇതാണ്. ഡെഫിനറ്റ്ലി അത്രയും മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി കുറവായിരിക്കും. 1 or 2 ഒക്കെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഉണ്ടാവുകയും ചെയ്യില്ല. അപ്പോൾ ഒരു ബാച്ചിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് ഉണ്ടാവുക. നൗ അടുത്ത സ്ട്രാറ്റജി ഓൺലൈൻ ആണ്. ഓൺലൈൻ കോച്ചിങ് പ്രോഗ്രാമിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം. ഇതേ ലെവല് തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം ഈ പറയുന്ന ഓൺലൈൻ കോച്ചിങ് പ്രോഗ്രാമിന്. രണ്ടാമത്തെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് കോസ്റ്റ്ലി. നിങ്ങൾക്ക് ഒരു 6,000 തൊട്ട് 8,000 ഒക്കെ വരെ പേയ്മെന്റ് നിങ്ങൾ നടത്തേണ്ടി വരും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അത്രയും കാശുള്ളവന് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോൺസെപ്റ്റ്സ് വളരെ ക്ലിയർ ആയിരിക്കും എന്നുള്ളതാണ്. ഒരു 100% ക്ലാരിറ്റി നിങ്ങൾക്ക് കൺസെപ്റ്റിനെ കുറിച്ച് കിട്ടും. പക്ഷെ അത് കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഹൈലി മോട്ടിവേറ്റഡ് ആയിരിക്കണം. ഒന്നാമത്തെ കാറ്റഗറി ആയിരിക്കണം നിങ്ങൾ. സ്റ്റിൽ യു ആർ ടേക്കിംഗ് എ ടൂൾ എന്നുള്ള ഓൺലൈൻ കോച്ചിങ് പ്രോഗ്രാം ഒരു ടൂൾ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുന്നു. പക്ഷേ യു ഷുഡ് ഹാവ് എ മണി.
ടു സ്പെൻഡ് ഫോർ ദി ഓൺലൈൻ കോച്ചിങ് പ്രോഗ്രാം. ഈ 3 കാറ്റഗറിയാണ്. ആൻഡ് ഞാൻ നിങ്ങളോട് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക ഇതാണ്. ഓക്കെ, സോ സെൽഫ് സ്റ്റഡി സപ്പോർട്ടഡ് വിത്ത് എ മെന്റർ, ദാറ്റ് വാട്ട് വി ആർ ആക്ച്വലി ഡൂയിങ് ഇൻ PSMO കോളേജ്. അപ്പം അതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ്. സോ യു അപ്രോച്ച് എ ടീച്ചർ സോ ദാറ്റ് ഹി ക്യാൻ ഗൈഡ് യു വെൽ. ഇപ്പം നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു ടീച്ചറിനെ നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നു, നമുക്ക് ഇതിനെ സഹായിക്കണം എന്ന് പറയുന്നു. ആ ടീച്ചർ ഓക്കെ ആണെങ്കിൽ യു ആർ ഗോയിങ് ഫോർ ഇറ്റ്. ഇനി അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ PSMO പ്ലാൻ ഞാൻ പിന്നീട് ഒരു സെഷനിൽ പറയും, അതിലേക്ക് നിങ്ങളെയും ഇൻകോർപ്പറേറ്റ് ചെയ്യാം. സോ ജസ്റ്റ് നൗ ആഫ്റ്റർ ദിസ് മീറ്റിംഗ് മൺഡേ തന്നെ നിങ്ങൾ ഒരു നല്ല ടീച്ചറിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്